നമസ്കാരം. ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയെ സംബന്ധിച്ചുള്ള അന്വേഷണം CBIക്ക് വിടുവാൻ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ UDF സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനം വളരെയധികം പ്രസക്തിയുള്ളൊരു തീരുമാനമാണ്. കാരണം ഹൈക്കോടതിയും സുപ്രീം കോടതിയും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ഈ ഒരു ആവശ്യം, കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിക്കണമെന്നുള്ള ആവശ്യം തള്ളിക്കളഞ്ഞതാണ്. കാരണം മുൻപ് അധികാരത്തിലിരുന്ന LDF സർക്കാർ അന്വേഷണത്തെ, അത്തരത്തിലൊരു അന്വേഷണത്തിന് അല്ലെങ്കിൽ അന്വേഷണ കൈമാറ്റത്തെ ശക്തമായി എതിർത്തിരുന്നു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശൻ സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനം വളരെയധികം പ്രസക്തി ഉള്ള ഒരു തീരുമാനമാണ്. ഇന്നോ മറ്റോ അതിൻ്റെ വിജ്ഞാപനം, അത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തിറങ്ങും. CBIക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് അതിൻ്റേതായിട്ടുള്ള പ്രക്രിയകളുണ്ട്. സാധാരണ സർക്കാർ കാര്യം മുറ പോലെ എന്നുള്ളത് പറഞ്ഞതുപോലെ താമസിക്കില്ല, പക്ഷേ അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. അത് സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വല്ലാത്തൊരു അങ്കലാപ്പാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷിനെ പോലെയുള്ളവർ. KK രാഗേഷിനെ പോലെയുള്ളവരെന്ന് ഞാൻ പറയുമ്പോൾ KK രാഗേഷ് ഒരു പ്രത്യേക വ്യക്തിത്വമാണ്, പ്രത്യേക പരാമർശങ്ങൾ അർഹിക്കുന്ന, പ്രത്യേക ബഹുമതികൾ അർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം പയ്യന്നൂർ പോലെ പാർട്ടിയുടെ ഉരുക്ക് കോട്ട എന്ന് പാർട്ടി തീരുമാനിച്ചുറപ്പിച്ച് വിശ്വസിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ പാർട്ടിയുടെ പരാജയം ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉറപ്പാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് ഈ KK രാഗേഷ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പിണറായി വിജയനെ ചുമക്കുന്നത് പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും KK രാഗേഷിനെ പോലുള്ള നേതാക്കളെ ചുമക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നാണ് പാവപ്പെട്ട അണികൾ നമ്മളോട് രഹസ്യമായി പങ്കുവയ്ക്കുന്ന സങ്കടങ്ങൾ. അത് KK രാഗേഷിനെ സംബന്ധിച്ചുള്ളൊരു പശ്ചാത്തല വിവരം. ഈ KK രാഗേഷിനെ പോലുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത്, ഹൈക്കോടതിയേക്കാളും സുപ്രീം കോടതിയേക്കാളും വലുതാണോ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എങ്ങനെ ധൈര്യം വന്നു? ഇതൊന്നും ശരിയായ നടപടിയല്ല. അതായത് അടിസ്ഥാനപരമായിട്ട് ഈ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയെ സംബന്ധിച്ചുള്ള കേസ് CBIക്ക് കൈമാറരുത്. കാരണം CBI ഏതെങ്കിലും തരത്തിൽ ഇതിൽ അന്വേഷിച്ച്, ക്രിയാത്മകമായി അന്വേഷിച്ച് സജീവമായി ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പല പ്രമുഖ നേതാക്കളും, ഏറ്റവും ചുരുങ്ങിയത് BP ദിവ്യയെങ്കിലും കുടുങ്ങി അകത്ത് പോകും എന്നുള്ളത് KK രാഗേഷിന് വ്യക്തമായി അറിയാം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് വ്യക്തമായി അറിയാമെന്നുള്ളതാണ് അവരുടെ ഈ അങ്കലാപ്പും പരിഭ്രമവും നമ്മളോട് പറയുന്ന ഒരേ ഒരു കാര്യം. അല്ലെങ്കിൽ എന്തിനാണ് അന്വേഷണം? കാരണം നാഴികയ്ക്ക് 40 വട്ടം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നമ്മുടെ മുൻ കാരണഭൂതൻ പറയുന്നതല്ലേ, മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയം വേണ്ട എന്നുള്ളത്. ഇത് മടിയിൽ കനമുണ്ടെന്ന് മാത്രമല്ല, ആ കനം കാരണം ഓടാൻ വയ്യാതെ ഭയന്ന് വിറച്ച് മുട്ടിടിച്ച് നിന്നിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നേരെ കല്ലും കട്ടയും വലിച്ചെറിഞ്ഞ് IP ബിനുവിനെ പോലുള്ള കുറ്റവാളികളെ, സ്ഥിരം കുറ്റവാളികളെ തെരുവിൽ അഴിച്ചുവിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു ഭയപ്പാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒട്ടാകെ നിഴലിച്ച് നിൽക്കുന്നത്. മേൽത്തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ളവരെ സംബന്ധിച്ച്. അത് പിണറായി വിജയനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൾ വീണയാണെങ്കിലും KK രാജേഷ് ആണെങ്കിലും PP ദിവ്യ ആണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം എന്തെങ്കിലും കാര്യത്തിലുണ്ടായാൽ, മുൻപ് തന്നെ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം പുതിയ സർക്കാർ നടത്തുവാൻ തീരുമാനിച്ചാൽ ആ അങ്കലാപ്പ് അവിടെയെല്ലാം പ്രകടമാണ്. ഇപ്പോൾ എന്തായാലും ഒരു കാര്യം പ്രേക്ഷകർക്ക് ഉറപ്പാണ്, എനിക്കും ഉറപ്പാണ്. കാരണം VD സതീശനുമായിട്ടുള്ള രാഷ്ട്രീയ ഐക്യമെന്നുള്ളത്, അതായത് രാഷ്ട്രീയ ആശയത്തെ സംബന്ധിച്ചുള്ള ഐക്യമെന്നുള്ളത് എനിക്ക് സാധ്യമല്ല. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ളൊരു കേസ് VD സതീശൻ പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്നതല്ല. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ എന്നുള്ളത് ഇന്നലെ VD സതീശൻ പാതിരാത്രിക്ക് കുത്തിപ്പിടിച്ചിരുന്ന് ഉണ്ടാക്കിയൊരു കേസല്ല ഇത്. ഈ കേസ് നേരത്തെ നിലവിലുള്ളതാണ്. ഇത് സംബന്ധിച്ച് പല ആശയക്കുഴപ്പങ്ങളും അന്വേഷണത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഈ അന്വേഷണത്തിൻ്റെ ഒരു കാര്യക്ഷമതയിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസ്യതയെ സംബന്ധിച്ച് ആശങ്കകളുണ്ടായിരുന്നു. അതവർ കാലാകാലങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു എന്ന് മാത്രമല്ല, നിയമ സംവിധാനങ്ങൾ, സാധ്യമായ നിയമവഴികളെല്ലാം തേടി കേന്ദ്ര ഏജൻസികളെ ഈ അന്വേഷണം ഏൽപ്പിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. അത് അന്നത്തെ സർക്കാർ അതിനെ കൃത്യമായി എതിർത്തത് കൊണ്ടാണ് എന്നുള്ളതും വ്യക്തമാണ്. എന്തുകൊണ്ടാണ് സർക്കാർ അതിനെ എതിർത്തു? അത് അടിസ്ഥാനപരമായിട്ട് പാർട്ടിയിലെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടിയുമായി ബന്ധപ്പെട്ട ഉന്നതരെ, PP ദിവ്യ മുതൽ മുകളിലേക്കുള്ള ഉന്നതരെ, നവീൻ ബാബുവിനോടുള്ള അവരുടെ ഇടപെടലുകൾ, ക്രയവിക്രയങ്ങൾ, അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ മേൽ അവർ ചെലുത്തിയ സമ്മർദ്ദങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളിൽ നിന്ന് ഈ PP ദിവ്യ മുതൽ മുകളിലേക്കുള്ള ഉന്നതന്മാരെ സംരക്ഷിച്ച് പിടിക്കുവാൻ വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആ സംരക്ഷണം ഇപ്പോൾ
ഇല്ലാതാകുന്നതിൻ്റെ ഒരു അങ്കലാപ്പാണ് കെ രാഗേഷിലൂടെ പുറത്തു വരുന്നത്. കാരണം കെ രാഗേഷിനെ പോലുള്ള ഒരു വ്യക്തി അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം വലിയൊരു ബുദ്ധിജീവിയാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ. അടിസ്ഥാനപരമായിട്ട് ഈ എത്ര ബുദ്ധിജീവി കളിച്ചാലും ഈ സുരാജ് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഉള്ളിലുള്ള ആ ഒരു ഗുണ്ട ഇങ്ങനെ തള്ളിത്തള്ളി പുറത്തു വരും. സുരാജ് ഫ്രോഡെന്നാണ് പറഞ്ഞത്. ഗുണ്ട ഇങ്ങനെ തള്ളിത്തള്ളി പുറത്തു വരുമെന്ന് പറഞ്ഞാൽ ബൗദ്ധികമായിട്ട് അത് ഈ പാർട്ടിയുടെ രക്തസാക്ഷികളുടെ കണക്കുകൾ സംബന്ധിച്ച് കൂലങ്കുഷമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ബക്കറ്റ് പിരിവിൽ നിന്ന് പാർട്ടി ഫണ്ടിലേക്കുള്ള ഒരു അന്തർധാര വളരെ സജീവമായതുകൊണ്ട് തന്നെ അതിൻ്റെ കണക്കെടുപ്പുകൾ സംബന്ധിച്ച് നമുക്ക് ഒരു സാമ്പത്തിക ശാസ്ത്രപരമായ ആഡം സ്മിത്തിൻ്റെ തിയറി പ്രകാരം നമുക്ക് വിശകലനങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് 2 ചോദ്യങ്ങൾ കൂടി വരുമ്പോൾ പാർട്ടി കണക്ക് പറയാൻ സൗകര്യമില്ല എന്നങ്ങ് പറഞ്ഞിട്ട് പോകുന്നതാണ് കെ രാജേഷിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രവർത്തന രീതി. അത്തരത്തിലുള്ള പ്രവർത്തന രീതിയുള്ള ഒരാളെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വിഷയത്തിൽ പ്രതികരിക്കുവാൻ മുന്നോട്ടിറക്കിയിരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് അവരുടെ അങ്കലാപ്പിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. അത്രമാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. വരും ദിവസങ്ങളിൽ പി ദിവ്യയെ CBI പിടിച്ചുകൊണ്ട് ഡൽഹിയിൽ പോകുമോ അതിൻ്റെ കൂടെ കെ രാഗേഷിനെയും മറ്റേതെങ്കിലും ഈ കണ്ണൂർ ഭാഗത്തുള്ള വലിയ കാരായിമാരെയോ കാരമുള്ളുകളെയോ ഒക്കെ തൂത്തുവാരി എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിലേ നമുക്കറിയുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം, ഈ കെ രാഗേഷിനെ പോലുള്ള നേതാക്കൾ, യുവ നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയെ വളരെ നമ്മുടെ ചോട്ടാമുമ്പിൽ പറയുന്ന ലോ ലെവലിൽ ഉള്ള വളർച്ചയെ എത്രത്തോളം സഹായിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.